ഗസയിൽ പട്ടിണി കിടന്ന് മരിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചതിൽ അന്താരാഷ്ട്ര പ്രതിഷേധം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ തോതിൽ ഉയർന്നിരുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതോടുകൂടി നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെടാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് വരുന്നത്. ഗസ മുനമ്പിൽ പട്ടിണി കിടക്കുന്ന ജനങ്ങളെ സഹായിക്കാൻ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ച് പ്രസിഡന്റ് ട്രംപും അതുപോലെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറും കഴിഞ്ഞ മണിക്കൂറുകളിൽ ചർച്ച ചെയ്തിരുന്നു. ഞായറാഴ്ച അതേസമയം ഗസയിൽ പട്ടിണി ഇല്ല എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അവകാശപ്പെട്ടിരുന്നു. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് ഈ സ്കോട്ട്ലൻഡ് സന്ദർശന വേളയിൽ ഡൊണാൾഡ് ട്രംപ് ഈ നെതന്യാഹു പറഞ്ഞതിനോട് വിയോജിക്കുകയായിരുന്നു. പട്ടിണിയില്ലായ്മയെ കുറിച്ചുള്ള നെതന്യാഹുവിന്റെ ഈ വിലയിരുത്തലിനോട് യോജിക്കുന്നുണ്ടോ എന്നാണ് അവിടെ വെച്ച് മാധ്യമപ്രവർത്തകർ ട്രംപിനോട് ചോദിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എനിക്കറിയില്ല, ടെലിവിഷനിൽ കാണുന്നതൊക്കെ അനുസരിച്ച് അവിടെ കുട്ടികൾ വിശക്കുന്നുണ്ടെന്ന് തോന്നുന്നു, പക്ഷേ അമേരിക്ക ധാരാളം പണവും ധാരാളം ഭക്ഷണവും നൽകുന്നു, മറ്റു രാജ്യങ്ങളൊക്കെ മുന്നോട്ട് വരുന്നുണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് ഗസയിൽ ഏകദേശം 2 ദശലക്ഷം ജനസംഖ്യയുടെ ഏതാണ്ട് 1/3 പേരും ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതെ കഴിയുന്നു എന്നാണ്. എന്നാൽ ട്രംപ് ഇപ്പോൾ പറയുന്നത് ആ കുട്ടികളിൽ ചിലർ അവർ യഥാർത്ഥ പട്ടിണിയിലാണെന്ന് മനസ്സിലാകുന്നുണ്ട്. അത് ആർക്കും മനസ്സിലാകും. അത് ഒരിക്കലും അത് വ്യാജമാക്കുവാൻ കഴിയില്ല. അതിനാൽ അമേരിക്ക കൂടുതൽ ഇടപെടാൻ പോകുന്നു എന്നാണ്. ഗസയിലെ സ്ഥിതി വളരെ ദുഃഖകരമാണ്. ഇത് ബ്രിട്ടീഷ് ജനതയ്ക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ലെന്നാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സ്റ്റാർമറും പറഞ്ഞിരിക്കുന്നത്.